എൻ്റെ പേര് നിഷ സുധീർ. ഞാൻ പത്തനംതിട്ട ജില്ലയിലെ കുമ്പനാട്ടിൽ നിന്നാണ് വരുന്നത്. അമ്മ മാതാവും ഈശോപ്പയും എനിക്ക് നൽകിയ അനുഗ്രഹങ്ങളെക്കുറിച്ച് സാക്ഷ്യപ്പെടുത്തുവാനാണ് ഞാൻ വന്നത്. ഈ തിരുസന്നിധിയിൽ നിന്ന് സാക്ഷ്യം പറയുവാൻ ഒരുപാട് ആഗ്രഹിച്ചതാണ്. ഞാൻ ഉടമ്പടി എടുത്തത് 10/7/2023 ഉടമ്പടി എടുക്കാൻ ഒരു കാരണം എന്ന് പറയുന്നത്, എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫ്രണ്ട്, അദ്ദേഹവും വൈഫും വീട്ടിൽ വന്നപ്പോൾ എൻ്റെ വീട്ടിലെ സാഹചര്യങ്ങളെല്ലാം കണ്ടതിന് ശേഷം എന്നോട് പറഞ്ഞു, നിനക്ക് കൃപാസനത്തിൽ ഒന്ന് പൊയ്ക്കൂടെ എന്ന് ചോദിച്ചു. അപ്പോൾ എനിക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്നും അറിയില്ല. അപ്പം അതിന് മുമ്പായിട്ട് എൻ്റെ അച്ഛൻ്റെ സഹോദരൻ ഇവിടെ വന്നിരുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു, നീ കൃപാസനത്തിലൊന്ന് പോകണം. അപ്പം ഞാൻ സാധാരണ അത് കേട്ടു, കാരണം അവരെല്ലായിടത്തും പോകുന്നതായതുകൊണ്ട് ഞാൻ അതിനെ അങ്ങനെ കണ്ടുള്ളൂ. പിന്നീട് വീണ്ടും മാതാവ് എന്നെ വിളിക്കുന്നത് പോലെ എനിക്ക് തോന്നി. എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫ്രണ്ട് അവർ വീട്ടിൽ വന്നപ്പോൾ വീണ്ടും എന്നോട് മാതാവിനെക്കുറിച്ച് സംസാരിക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്കറിയില്ല, ഇതെവിടാണെന്ന് എനിക്കറിയില്ല. അപ്പോൾ ചേർത്തലയാണ്, അങ്ങനെയാണ് എന്നോട് പറഞ്ഞത്. പിന്നെ എന്നോട് യൂട്യൂബിനകത്ത് ജോസഫ് അച്ഛൻ്റെ ധ്യാനങ്ങൾ, സാക്ഷ്യങ്ങൾ ഇതെല്ലാം എനിക്ക് അയച്ചു തരാൻ തുടങ്ങി. പിന്നെ ആ ചേച്ചി തന്നെ എനിക്കൊരു നീല മെഴുകുതിരി തന്നു. ഇതൊക്കെ നടക്കുന്നത് 2022 അന്ന് എനിക്ക് ആ ഒരു മെഴുകുതിരി തന്നു. പ്രത്യക്ഷീകരണ പ്രാർത്ഥന എനിക്ക് ഫോണിൽ അയച്ചു തന്നു. അന്ന് മുതൽ ഞാൻ 5:30 ആകുമ്പോൾ എണീറ്റിരുന്ന് പ്രാർത്ഥന തുടങ്ങി. മെഴുകുതിരി കത്തിച്ച് വെച്ച് പ്രത്യക്ഷീകരണ പ്രാർത്ഥന മുടങ്ങാതെ ചൊല്ലിക്കൊണ്ടിരുന്നു. ഒപ്പം കുടുംബത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചുകൊണ്ട് ഒരുപാട് മനസമാധാനം ഇല്ലാത്ത ദിവസങ്ങളായിരുന്നു. അപ്പോൾ അങ്ങനെ ആ പ്രാർത്ഥനയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. 1 വർഷം ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ പുറകെ നടന്നു. ഉടമ്പടി എടുക്കണം, എനിക്ക് കൃപാസനത്തിൽ പോകണം, ഉടമ്പടി എടുക്കണം. അപ്പോൾ ഈ ചേർത്തലയാണെന്ന് പറയുന്നത് കൊണ്ട് ലോങ് ആണ്. അപ്പം പിന്നെ ആകട്ടെ, തന്നെയല്ല വീട്ടിലെ സാഹചര്യം അനുസരിച്ച് ഉടമ്പടി എടുത്താൽ എനിക്കത് പാലിക്കാൻ പറ്റില്ല. അതുപോലെ ഒരു കണ്ടീഷനായിരുന്നു എൻ്റെ വീട്ടിൽ. അതുകൊണ്ട് എങ്ങനെയോ അത് നീണ്ട പ്രാർത്ഥനയൊക്കെയായി മുന്നോട്ട് പോയി. 2023 ഉടമ്പടി എടുക്കാൻ അമ്മ അനുവദിച്ച സമയം 2023 ജൂലൈ 10 ആയിരുന്നു. അന്ന് രാവിലെ ഞാനും ഹസ്ബൻഡും ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. ഒരുപാട് ജീവിത സാഹചര്യങ്ങൾ കൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു എനിക്ക്. അതെല്ലാം ഇവിടെ നിയോഗങ്ങളായിട്ട് വെച്ചു. എനിക്ക് അമ്മ ആദ്യം തന്നത് എന്നെ അലട്ടിക്കൊണ്ടിരുന്ന കുറേ രോഗസൗഖ്യങ്ങളാണ്. ഞാൻ ഒരു 14 വർഷമായിട്ട് ഞാനൊരു ബ്ലീഡിങ് ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അതായത് ഒരു പീരീഡ്സ് കഴിഞ്ഞാൽ, റെഗുലറായിട്ട് പീരീഡ്സ് കഴിഞ്ഞാൽ ഒരു 14ാമത്തെ ദിവസം മുതൽ വീണ്ടും ബ്ലീഡിങ് ആണ്. വീണ്ടും ബ്ലീഡിങ് വന്നാൽ നെക്സ്റ്റ് ടൈം പീരീഡ്സ് വരെ അത് നീണ്ടു നിൽക്കും. അപ്പോൾ അത് കുറേ നാളുകളായി, വിവാഹം കഴിഞ്ഞ് ഒരു 5-6 മാസം കഴിഞ്ഞപ്പോൾ തുടങ്ങിയതാണ്. അപ്പോൾ അതിന് ഞാൻ ഹോമിയോയിൽ ട്രീറ്റ്മെൻറ്റ് എടുത്തു. കുറേ നാൾ അതിൻ്റെ പുറകെ പോയി, ഒരു രക്ഷയില്ല. അലോപ്പതിയിൽ ട്രീറ്റ്മെൻറ്റ് എടുത്തു, സ്കാനിങ് പറഞ്ഞു, ഹോർമോൺ ടെസ്റ്റുകൾ ചെയ്തു, അങ്ങനെ ഒരുപാട് ടെസ്റ്റുകൾ പറഞ്ഞു, അതെല്ലാം ചെയ്തു. അതും ശരിയാവണില്ല. പിന്നെ വേദന സഹിക്കാം, ഇതും കൊണ്ട് ബുദ്ധിമുട്ടാവുമെന്നല്ലാതെ ഒരു മാറ്റവും ഉണ്ടായില്ല. പിന്നീട് ആയുർവേദത്തിൽ ചെന്നപ്പോൾ വീണ്ടും സ്കാനിങ്, യൂട്രസിന് കട്ടി കുറവാണ്, അതുകൊണ്ടാണ്, ഹോർമോൺ വേരിയേഷൻ ഉണ്ട്, അതുകൊണ്ടാണ്, ഇതിനെല്ലാം ഇങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇതിലെല്ലാം ഞാൻ മരുന്നുകൾ കഴിച്ചുകൊണ്ടിരുന്നതല്ലാതെ ഒരു മാറ്റവും ഉണ്ടായിരുന്നില്ല. മരുന്ന് കഴിക്കുമ്പോൾ പോലും ഒരു വ്യത്യാസവും അനുഭവപ്പെട്ടിരുന്നില്ല. പിന്നീട് ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഞാൻ പക്ഷേ നിയോഗമൊന്നും വെച്ചിട്ടില്ലായിരുന്നു കേട്ടോ. ഇത് സത്യം പറഞ്ഞാൽ ഞാൻ മറന്നുപോയി ഈ നിയോഗം. ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരുന്നു. കാലാവസ്ഥയൊക്കെ ഭയങ്കര മഴ, ഒന്നും ഭയങ്കര പാട്. അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ ഇവിടെ വന്നു കഴിയുമ്പോൾ ഏതാണെന്നൊന്നും എനിക്കറിയില്ല, എല്ലാം എനിക്ക് ആരെങ്കിലും കൊണ്ട് എന്നോടൊന്ന് പറഞ്ഞു തരണം എന്ന് പറഞ്ഞ് ഇവിടെ വന്നു. ഇവിടെ നിന്ന് അമ്മയെ കണ്ട് പ്രാർത്ഥിച്ച് ഉടമ്പടിയുടെ കാര്യങ്ങൾ ഇവിടെ ഒരു സിസ്റ്ററിനോട് ചോദിച്ചു, കാര്യങ്ങളെല്ലാം ചെയ്ത് ഉടമ്പടി എടുത്തു. തിരിച്ച് ഞാൻ വീട്ടിൽ പോയി. പക്ഷേ ഞാൻ അന്നേരം ഒന്നും ഞാൻ ശ്രദ്ധിച്ചില്ല. പിന്നീട് ഓരോ മാസങ്ങൾ കഴിയുന്തോറും ഈ കാര്യം ഞാൻ അങ്ങ് വിട്ടുപോയി. പിന്നെ എന്നാണോ ഞാൻ ഉടമ്പടി എടുത്തത്, 10/7/2023 ഉടമ്പടി എടുത്ത അന്ന് മുതൽ ഈ നിമിഷം വരെ എനിക്ക് ആ ബ്ലീഡിങ്ങിൻ്റെ പ്രോബ്ലം ഉണ്ടായിട്ടില്ല. അത് എൻ്റെ അമ്മ മാതാവ് ഈശോയോട് മാധ്യസ്ഥം അപേക്ഷിച്ച് എനിക്ക് നൽകിയ വലിയൊരു അനുഗ്രഹമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരു ഫംഗ്ഷന് പോകാൻ പറ്റാതെ ഞാനൊരു ഹിന്ദു വിശ്വാസിയായിരുന്നു. അപ്പോൾ ഒരു അമ്പലങ്ങളിൽ ഒരു കാര്യങ്ങൾക്ക് വീട്ടിൽ ഒരു വിളക്ക് കത്തിക്കാൻ പോലും പറ്റില്ല. അപ്പോൾ അതിൻ്റെ പേരിൽ തന്നെ ഇഷ്യൂസ് ഒരുപാടുണ്ടായിട്ടുണ്ട്. അങ്ങനെ ഒത്തിരി പ്രോബ്ലംസ് അതിൻ്റെ പേരിൽ ഞാൻ അനുഭവിച്ചിട്ടുള്ളതാണ്. അങ്ങനെ ആ ഒരു സൗഖ്യം എനിക്ക് ഏറ്റവും വലിയൊരു സൗഖ്യമാണ് അത് അമ്മ എനിക്ക് തന്നത്. അതിനൊരായിരം നന്ദി അമ്മയോടും ഈശോപ്പയോടും ഞാൻ പറയുകയാണ്. അതുപോലെ ശ്വാസമുട്ടലുണ്ടായിരുന്നു എനിക്ക്. ഒരു ജോലി ചെയ്യാൻ പറ്റില്ല, ഒരു മിറ്റം തൂക്കാൻ പറ്റില്ല, ഒരു പൊടി അടിക്കാനോ ഒന്നും എനിക്ക് പറ്റില്ല. ഒരു തണുപ്പായിട്ടുള്ള ഒരു കാലാവസ്ഥ. എൻ്റെ വീട് സത്യം പറഞ്ഞാൽ എൻ്റെ വീട് പീരുമേടാണ്. പക്ഷേ ആ ഒരു സ്ഥലത്ത് പോയാൽ പോലും എനിക്ക് തുമ്മലും ജലദോഷവും വിട്ടൊഴിയാറില്ല.
അതുപോലെ എപ്പോഴും അലർജിയാണ്. ഇവിടെ വന്നതിന്, വിവാഹം കഴിഞ്ഞ് ഇവിടെ വന്നതിന് ശേഷം വർഷം ഇത്രയായിട്ടും എനിക്ക് ശ്വാസമുട്ടൽ മാറിയിരുന്നില്ല. ഓരോ മാസവും ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ട്. ഓരോ മാസവും ഹോസ്പിറ്റലിൽ ഇങ്ങനെ ഒരു ജോലി ചെയ്ത് കഴിഞ്ഞാൽ അന്നത്തെ ദിവസം ഉറങ്ങാറില്ല. ഉറങ്ങാതെ എണീറ്റിരുന്നിങ്ങനെ ഇങ്ങനെ വലിവൊക്കെ ഉള്ളവരൊക്കെ ശ്വാസം എടുക്കണ പോലെ ശ്വാസം എടുക്കാറുണ്ട്. അപ്പോഴേ ഹസ്ബൻഡ് എന്നെ പിറ്റേ ദിവസം രാവിലെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. അല്ലെങ്കിൽ ഓഫീസിലായിരിക്കും, ഞാൻ ഹസ്ബൻഡിനെ വിളിച്ച് പറയും, അദ്ദേഹം ഓടി വന്ന് എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാൽ ആദ്യം അവർ വെയിൻ ഇഞ്ചക്ഷൻ എടുക്കും. അതിനുശേഷം ആവി പിടിപ്പിക്കും. ഒരാഴ്ചത്തെ ആൻറ്റിബയോട്ടിക് തരും. ആ ആൻറ്റിബയോട്ടിക് കഴിക്കുന്ന സമയത്ത് മാത്രം കുറയും. ആൻറ്റിബയോട്ടിക് കഴിയുന്ന സമയത്താണ് ഞാൻ ജോലികളെല്ലാം ചെയ്യുന്നത്. കാരണം മരുന്നുണ്ടല്ലോ, അപ്പോൾ അത്ര പെട്ടെന്നൊന്നും ശ്വാസമുട്ടൽ ഉണ്ടാവില്ല എന്നുള്ളൊരു വിശ്വാസം. ആ മരുന്ന് കഴിയുമ്പോൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്യും. പിന്നീട് എല്ലാ മാസവും ഇത് തുടരെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു ശ്വാസമുട്ടൽ. പിന്നെ അവർ ഈ ഡോക്ടേഴ്സ് പിന്നെ പറഞ്ഞു റെഗുലറായിട്ട് അലർജിയുടെ ടാബ്ലറ്റ് എടുക്കണം, മരുന്നെടുക്കണം. കുറേ ആൻറ്റിബയോട്ടിക്കൊക്കെ എടുത്തു, ഒരു മാറ്റവും ഉണ്ടായില്ല. അവസാനം ഞാൻ ഉടമ്പടിയിൽ അത് നിയോഗം വെച്ചിരുന്നില്ല. പക്ഷേ എനിക്ക് അതിൽ പിന്നെ ഞാൻ ഓരോ മാസവും മുടങ്ങാതെ എന്തോ അമ്പലത്തിലും പള്ളിയിലൊക്കെ പോകുന്നത് പോലെ ഓരോ മാസവും മുടങ്ങാതെ ഹോസ്പിറ്റലിൽ പോകും. അവർ പിന്നെ അവസാനം എനിക്ക് മാസ്ക് തന്നു വിട്ടു ഹോസ്പിറ്റലിൽ നിന്ന്. എപ്പോൾ ശ്വാസമുട്ടൽ വന്നാലും ഇത് ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ ഇത് മേടിക്കണമല്ലോ, അപ്പോൾ അതിന് ക്യാഷ് കൊടുത്ത് മേടിക്കണം. അപ്പോൾ അവസാനം അവർ ഡോക്ടേഴ്സ് പറഞ്ഞു ഇത് കൊണ്ടുപോയിക്കോ, എന്നിട്ട് ശ്വാസമുട്ടൽ വരുന്ന സമയത്ത് ഈ മാസ്കും കൊണ്ട് വേണം ഇങ്ങോട്ട് വരാനായിട്ട്, അല്ല ഇതിന് 100-250 രൂപ ചിലവാകത്തില്ലേ, എല്ലാ മാസവും ഇങ്ങനെ വാങ്ങിക്കാൻ പറ്റുമോ എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ വരെ എനിക്ക് ബുദ്ധിമുട്ടായി തുടങ്ങി. പക്ഷേ ഇവിടെ വന്നതിന് ശേഷം ഇന്ന് വരെ ഞാൻ ശ്വാസമുട്ടലിൻ്റെ പേരിൽ ഹോസ്പിറ്റലിൽ പോയിട്ടില്ല. ഒരു മരുന്ന് പോലും ഞാൻ ഇന്ന് വരെ കഴിച്ചിട്ടില്ല. അല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ എനിക്ക് ശ്വാസമുട്ടലിൻ്റെ മരുന്നുകൾ ഞാൻ പാക്കറ്റായിട്ട് വാങ്ങിച്ചു വെച്ചിരിക്കുമായിരുന്നു. എപ്പോഴാണോ ഇത് വരുന്നത്, അല്ലെങ്കിൽ ജോലിയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ രാത്രി കിടക്കുന്നതിന് മുമ്പ് ഒരു ധൈര്യത്തിന് ഞാൻ ഈ മരുന്ന് നേരത്തെ അങ്ങ് കഴിക്കും, കിടന്നുറങ്ങാനുള്ള കൊതി കൊണ്ട്. അല്ലെങ്കിൽ ഉറക്കമില്ല, എണീറ്റിരുന്ന് ഇങ്ങനെ ശ്വാസം എടുക്കുകയാണ്, ഒരു ജീവന് വേണ്ടിയിട്ട് ശ്വാസം എടുക്കുന്നത് പോലെ ശ്വാസം എടുക്കാറാണ് പതിവ്. അതും എൻ്റെ അമ്മ മാതാവും ഈശോപ്പയും എനിക്ക് സൗഖ്യമാക്കി തന്നു. 1000 നന്ദി പറയുകയാണ്. പിന്നെ ഇവിടെ വന്നതിന് ശേഷം ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി പോയതിന് ശേഷം എനിക്ക് ഒരുപാട് എൻ്റെ മനസ്സമാധാനം എന്തെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല. ഓരോരോ ദിവസങ്ങളും ഓരോ പ്രശ്നങ്ങൾ, ഞാൻ അറിയാത്ത കാര്യങ്ങൾക്ക്, ചെയ്യാത്ത കാര്യങ്ങൾക്ക്, മനസ്സിൽ ചിന്തിക്കാത്ത കാര്യങ്ങൾക്ക് വേറെ കുറ്റങ്ങൾ എല്ലാം കേട്ട് ഒരു വല്ലാത്തൊരു മാനസികാവസ്ഥയിലായിരുന്നു ഞാൻ. പക്ഷേ ഇവിടെ വന്നതിന് ശേഷം എനിക്ക് ആരും എൻ്റെ സങ്കടങ്ങളൊന്നും പറയാൻ ആരും ഇല്ലാത്ത പോലെയായിരുന്നു. പക്ഷെ ഞാനതൊക്കെ എൻ്റെ ഹസ്ബൻഡ് ജോലിക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഒറ്റയ്ക്കാണ് വീട്ടിൽ. അപ്പം ഞാൻ എൻ്റെ അമ്മയോട് സംസാരിക്കുന്ന പോലെ ഞാൻ സംസാരിക്കും. അമ്മേ ഇന്ന പോലെയല്ലേ കാര്യങ്ങൾ, നീ എന്താ എന്തൊന്നും അറിയാത്തേ എന്നൊക്കെ ചോദിച്ച് ഒത്തിരി കാര്യങ്ങൾ ഞാൻ അങ്ങ് പറയും. പെട്ടെന്ന് എന്തോ ഒരു വല്ലാത്ത തണുപ്പ് ഫീൽ ചെയ്യും എനിക്ക്. എന്തോ അമ്മ എന്നെ ചേർത്ത് പിടിച്ചോളൂ, ഇപ്പോൾ പോലും ഉണ്ട് എനിക്കത്. എന്നെ വല്ലാത്തൊരു തണുപ്പ്, എൻ്റെ ദേഹമൊക്കെ അങ്ങ് കുളിര് കോരും, വാവിട്ട് കരയും ഞാൻ. അപ്പോൾ അമ്മ എൻ്റെ കൂടെ ഉണ്ട്, എൻ്റെ അടുത്ത് വന്നിട്ടുണ്ടെന്നുള്ളൊരു വിശ്വാസത്താൽ ഞാൻ ആരുമില്ലല്ലോ വീട്ടിൽ. അപ്പോൾ ഒരുപാട് നിലവിളിച്ച് ഞാൻ കരഞ്ഞ് അമ്മയോട് പറയും, എല്ലാ കാര്യങ്ങളും ഞാൻ പറയാറുണ്ട്. പിന്നെ ഇവിടെ ഉടമ്പടി എടുത്തതിന് ശേഷം വീട്ടിൽ ചെന്ന് ഒരാഴ്ചയൊക്കെ ആകായപ്പോൾ ഞാൻ ടോയ്ലറ്റിൽ മോഷൻ പോയ സമയത്ത് എനിക്ക് ബ്ലീഡിങ് ഉണ്ടായിട്ട് ഭയങ്കര വേദന. എനിക്ക് ഇരിക്കാൻ വയ്യ, നടക്കാൻ വയ്യ, ഒന്നും കിടക്കാൻ പോലും വയ്യ. അതുപോലെ ഭയങ്കര വേദനയും ബ്ലീഡിങ്ങും. ഇന്ന് ഈ നിമിഷം എനിക്ക് അന്ന് വരെ ഉണ്ടാകാതിരുന്ന ഒരു അസുഖം അത്. അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ ഇന്ന് വരെ ഞാൻ അനുഭവിച്ച ബുദ്ധിമുട്ടുകൾ ഈ ലോകത്താരെങ്കിലും അനുഭവിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. അസുഖങ്ങൾ ഓരോന്ന് മാറി മാറി വരിക, മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, ഇതൊക്കെ ഓരോന്ന് മാറി മാറി വന്നതിൻ്റെ കൂട്ടത്തിൽ പുതിയൊരെണ്ണം കൂടെ. എന്താ അമ്മേ ഇത് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ എനിക്കിത് പെട്ടെന്നൊരു വിഷമമായിപ്പോയി. ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെ വിളിച്ചു. അപ്പം അവൾ എന്നോട് പറഞ്ഞു, ചേച്ചി ഇത് ഫിഷറിൻ്റെ പ്രോബ്ലം ആയിരിക്കാം, ചിലപ്പോൾ അൾസറിൻ്റെ പ്രോബ്ലം ആയിരിക്കാം, പിന്നെ ഇപ്പം ക്യാൻസർ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ, അപ്പം അതിൻ്റെയൊക്കെ സ്റ്റാർട്ടിങ് ആവാം, ഒന്നും അറിയത്തില്ല. ചേച്ചി പെട്ടെന്നൊരു ഗ്യാസ്ട്രോയെ കാണണം. എന്നിട്ട് എനിക്കൊരു ഫേമസ് ഡോക്ടറിൻ്റെ ഫോൺ നമ്പറും ഹോസ്പിറ്റലും ഒക്കെ പറഞ്ഞു തന്നു. എനിക്ക് വല്ലാത്ത പേടിയായിപ്പോയി. ഞാൻ ഹസ്ബൻഡിനെ വിളിച്ച് കാര്യം പറഞ്ഞു. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു, എന്തായാലും നോക്കാം, വീട്ടിൽ വരട്ടെ, ഞാൻ ഹോസ്പിറ്റലിൽ പോകുന്ന കാര്യത്തെക്കുറിച്ച് നോക്കാം എന്ന് പറഞ്ഞു. എന്തായാലും ഞാൻ അവിടെ എങ്ങനെ ഇരുന്നിട്ട് ഞാൻ പെട്ടെന്ന് മാതാവിനെ വിളിച്ച് പ്രാർത്ഥിച്ചു, അമ്മേ നിൻ്റെ അടുക്ക ഞാൻ ഉടമ്പടി എടുത്തതാ. അപ്പോൾ പിന്നെ ഇതുവരെ ഞാൻ എല്ലാ അസുഖത്തിനും ഹോസ്പിറ്റലിൽ പോയി മരുന്ന് കഴിച്ചു, എല്ലാം ചെയ്തു. എനിക്കിനി പുതിയൊരു അസുഖത്തിൻ്റെ പേരിൽ എനിക്കിനി ഹോസ്പിറ്റലിൽ പോവണ്ട. ഞാൻ പെട്ടെന്ന് ഇവിടുത്തെ ഉടമ്പടി നേർച്ച വസ്തുക്കളായ തൈലവും ഉപ്പും കയ്യിലെടുത്തിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ പറഞ്ഞു, അമ്മേ ഉടമ്പടി എടുത്തതിൻ്റെ വിശ്വാസത്തോടു കൂടിയാണ് ഞാൻ പ്രാർത്ഥിച്ച് ഞാൻ ഈ തൈലവും ഉപ്പും ഞാൻ ഉപയോഗിക്കുകയാണ്. എനിക്കിതിൻ്റെ പേരിൽ ഒരു ഡോക്ടറെയും കാണണ്ട, എനിക്കൊരു ഹോസ്പിറ്റലിലും പോകണ്ട. ഈ നിമിഷം എനിക്കിത് സൗഖ്യമാക്കി തരണം. പുതിയൊരു അസുഖവും എനിക്കിനി വരണ്ട, എനിക്കിനി തരികയും വേണ്ട.
ഞാൻ അമ്മയുടെ മോളായിട്ട് എൻ്റെ യേശോപ്പയുടെ മോളായിട്ട് ജീവിച്ചോളാം, എനിക്കത് മാത്രം മതി, നീ എനിക്ക് നിയോഗങ്ങളൊക്കെ സാധിച്ചു തരുന്നത് നിൻ്റെ ഇഷ്ടമാണ്, അതൊക്കെ ഞാൻ നിൻ്റെ മുമ്പാകെ എനിക്ക് മെറിറ്റില്ലാത്ത കാര്യങ്ങളാണ് ഞാൻ നിയോഗമായിട്ട് വെച്ചിരിക്കുന്നത്, പക്ഷേ എനിക്ക് പുതിയതൊന്നും തരരുത്, എനിക്ക് ഇനി ഡോക്ടറെ കാണണ്ട, അസുഖങ്ങളൊന്നും തരല്ലെന്ന്. എനിക്ക് പിന്നീട് ആ ബ്ലീഡിങ് ഉണ്ടായിട്ടില്ല, ആ വേദന മാറി, എനിക്ക് ഒരു ഡോക്ടറെയും കാണാനായിട്ട് പോകേണ്ടി വന്നിട്ടില്ല. അങ്ങനെ നേർച്ച വസ്തുക്കളായ ഉടമ്പടി നേർച്ച വസ്തുക്കളായ തൈലവും ഉപ്പും കൊണ്ട് എനിക്കങ്ങനെ ഒരു രോഗസൗഖ്യം കിട്ടി. അതിനും എൻ്റെ അപ്പയ്ക്കും അമ്മയ്ക്കും 1000 നന്ദി പറയുകയാണ്. പിന്നെ നിയോഗങ്ങൾ സമർപ്പിച്ചിട്ടുണ്ടെങ്കിലും അമ്മയോട് ഞാൻ പറയുമായിരുന്നു, അമ്മേ എനിക്ക് നിയോഗങ്ങളെക്കാൾ കൂടുതൽ എനിക്ക് അസുഖങ്ങളാണ്, എനിക്ക് എന്താണെന്നറിയില്ല, ഗ്യാസ്, എനിക്ക് ഒരു മനുഷ്യരുടെ ശരീരത്തിൽ ഉണ്ടാകാൻ പറ്റുന്ന രോഗങ്ങളെല്ലാം തന്നെ മാക്സിമം എൻ്റെ ശരീരത്തിലുണ്ടായിരുന്നു. ഗ്യാസിൻ്റെ പ്രോബ്ലം കൊണ്ട് പുറമൊക്കെ ഭയങ്കരമായിട്ട് വിലങ്ങിയിട്ട് എനിക്ക് ശ്വാസം എടുക്കാൻ പറ്റില്ല, ശ്വാസം എടുക്കുമ്പോൾ പുറമൊക്കെ ഭയങ്കര വേദനയാണ്. അപ്പോൾ ഞാൻ അതിന് ഗ്യാസിൻ്റെ മരുന്ന് കഴിക്കും, പെയിൻ കില്ലർ കഴിക്കും, അങ്ങനെ കുറച്ച് നാളൊക്കെ കഴിക്കും, പിന്നീട് അത് മാറും, പിന്നെയും വീണ്ടും സ്റ്റാർട്ട് ചെയ്യും ഇത് തന്നെ. പക്ഷേ എനിക്കിപ്പോൾ അന്ന് മുതൽ ഇന്ന് വരെ എനിക്ക് ആ ഒരു പ്രോബ്ലവും ഉണ്ടായിട്ടില്ല, ഇന്ന് വരെ ഒരു ഗ്യാസിൻ്റെ മരുന്നൊന്നും എനിക്ക് കഴിക്കേണ്ടി വന്നിട്ടില്ല. അങ്ങനെ ആ ഒരു രോഗസൗഖ്യവും അമ്മയും ഈശോപ്പയും എനിക്ക് തന്നു. പിന്നെ എനിക്ക് നെഞ്ചിനകത്ത് വല്ലാത്തൊരു ഭാരം, നെഞ്ചിനകത്ത് വേദനയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞ 2 ആഴ്ച മുമ്പുള്ള അച്ഛൻ്റെ ധ്യാനത്തിൽ അച്ഛൻ രോഗസൗഖ്യ പ്രാർത്ഥനയിൽ പ്രാർത്ഥിച്ചു, നെഞ്ചിൽ ആന ചവിട്ടിയതുപോലെയുള്ള വേദന അനുഭവിക്കുന്ന ഒരാളെ ഈശോ ഇപ്പോൾ സൗഖ്യമാക്കുന്നു എന്ന്. എൻ്റെ വേദന ഞാനാണ് അതെന്ന് ഞാൻ വിശ്വസിച്ച് പ്രാർത്ഥിച്ചു. എൻ്റെ വേദന ആ നിമിഷം എന്നെ വിട്ടുപോയി. എൻ്റെ അപ്പയ്ക്കും അമ്മയ്ക്കും 1000 നന്ദി പറയുകയാണ്. ഒട്ടനവധി അനുഗ്രഹങ്ങൾ എനിക്ക് എൻ്റെ അമ്മയും ഈശോപ്പയിലൂടെ എനിക്ക് നേടിത്തന്നു. അതുപോലെ ഇവിടെ ഉടമ്പടി എടുത്തിട്ട് പോയതിന് ശേഷം ഞാൻ എല്ലാവരും പറയുന്ന അമ്മയുടെ സുഗന്ധാഭിഷേകം കിട്ടി, അമ്മയെ കണ്ടു, അമ്മ വീട്ടിൽ വന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ ഓർത്തു എൻ്റെ അമ്മ എൻ്റെ കൂടെ ഉണ്ടോ, അപ്പോൾ പരീക്ഷിക്കൊന്നുമല്ല, എന്നാലും ഞാൻ ഇവിടെ വന്നിട്ട് പോയി കുറച്ച് ദിവസങ്ങളേ ആയുള്ളൂ. അപ്പോൾ എൻ്റെ അച്ഛന് ഷുഗർ ഉള്ളതാണ്. അപ്പോൾ ഞാൻ ഒരു വിശ്വാസത്തിന് വേണ്ടിയിട്ട് ഞാൻ അമ്മയോട് ചോദിച്ചു, അമ്മേ എൻ്റെ അച്ഛന് ഷുഗർ ഉള്ളതാണ്, അപ്പോൾ ഈ ആഴ്ച 2 ദിവസം കഴിയുമ്പോൾ അച്ഛൻ ഷുഗർ ടെസ്റ്റ് ചെയ്യാൻ പോകും. അപ്പോൾ ഞാനൊരു അളവിട്ടു, അമ്മേ എൻ്റെ അച്ഛന് ഷുഗർ ടെസ്റ്റ് ചെയ്യാൻ പോകുമ്പം ഇന്ന് വരെ എൻ്റെ അച്ഛന് 90 എന്നുള്ളൊരു റിസൾട്ട് കിട്ടിയിട്ടില്ല, എപ്പോഴും നോർമലിന് മേലെയാണ് ഷുഗർ ഉണ്ടാവുക. അപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ എൻ്റെ അച്ഛന് 90 എന്നുള്ളൊരു റിസൾട്ട് തന്ന അമ്മ എൻ്റെ കൂടെ ഉണ്ടെന്ന് ഞാൻ വിശ്വസിച്ചോളാം എന്ന് പറഞ്ഞു. പിന്നെ പിറ്റേ ദിവസം അച്ഛൻ ഷുഗർ ടെസ്റ്റ് ചെയ്യാൻ പോയി. എൻ്റെ അച്ഛൻ പീരുമേട്ടിലാണ്, ഞാനിവിടെ കുമ്പനാട്ടാണ്. ഞാൻ ഹസ്ബൻഡ് ജോലിക്ക് പോയതിന് ശേഷം ഞാൻ അവിടെ ഇരുന്ന് എപ്പോഴും പോയതിന് ശേഷം ഒരു 2-3 മണിക്കൂർ ഞാനും അമ്മയും തമ്മിലുള്ള വർത്തമാനമാണ്, പ്രാർത്ഥനയാണ്. അപ്പോൾ അങ്ങനെ ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയൊക്കെ ചൊല്ലി പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് ബൈബിള് വായിക്കാനെടുത്തപ്പോൾ അച്ഛൻ വിളിച്ചു. ഞാൻ ചോദിച്ചു, അച്ഛൻ ഷുഗർ ടെസ്റ്റ് ചെയ്തോ? പറഞ്ഞു ചെയ്തു. റിസൾട്ട് എത്രയുണ്ട്? 90. ഞാൻ അവിടെ ഇരുന്നുകൊണ്ട് ബൈബിള് നെഞ്ചോട് അടുക്കി പിടിച്ച് അലറിക്കരഞ്ഞു. ഞാൻ പറഞ്ഞു, അമ്മ എൻ്റെ കൂടെ ഉണ്ടെന്നുള്ളതിൻ്റെ തെളിവ് എനിക്ക് ഇതിൽ കൂടുതലൊന്നും വേണ്ട. ഞാനത് ഒത്തിരി പേരോട് പറഞ്ഞു, അമ്മ എനിക്കിങ്ങനെ അനുഗ്രഹങ്ങൾ തന്നു എന്നൊക്കെ. പിന്നീട് അതും ഒരു സാക്ഷ്യമാക്കി ഞാൻ ഇവിടെ പറയുകയാണ്. പിന്നീട് എൻ്റെ ഹസ്ബൻഡിന് വർഷങ്ങളായിട്ട് നടുവിന് വേദനയാണ്, ജോലി സംബന്ധമായിട്ടുള്ള സ്ട്രെസ്സും മറ്റു കാര്യങ്ങളും, വാഹനങ്ങളൊക്കെ ബൈക്കൊക്കെ ഓടിക്കുന്ന സമയത്തുമൊക്കെ ഭയങ്കര നടുവിന് വേദനയുള്ള വ്യക്തിയാണ്. വന്നതിന് ശേഷം രാത്രിയിലൊക്കെ എണീറ്റിരിക്കും, നടുവിന് വേദനയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ടാബ്ലറ്റ് എടുക്കും, ബാമൊക്കെ പുരട്ടും, രാത്രി ഉറക്കമില്ലാതെ എണീറ്റിരുന്ന് തിരുമുക, ഇതൊക്കെയാണ്. പക്ഷേ ഇവിടെ ഉടമ്പടി എടുത്തിട്ട് പോയതിന് ശേഷം വാഹനം, കാറും ബൈക്കും എല്ലാം ഓടിക്കുന്നുണ്ട്, ഒരുപാട് സ്ട്രെസ്സുള്ള ജോലിയൊക്കെയാണ്. പക്ഷേ ഇന്ന് വരെ ഹസ്ബൻഡിന് നടുവിന് വേദന ഉണ്ടായിട്ടില്ല. നടുവിന് വേദനയുടെ പേരും പറഞ്ഞ് ഒരു മരുന്ന് കഴിക്കുകയോ ബാം പുരട്ടുകയോ ഒന്നും ചെയ്തിട്ടില്ല. അതും എൻ്റെ അമ്മ മാതാവ് ഉടമ്പടിയിലൂടെ എനിക്കത് സാധിച്ചു തന്നു. പിന്നെ എൻ്റെ അച്ഛൻ്റെ സഹോദരിക്ക് കിട്ടിയ ഒരു സൗഖ്യമാണ്. എൻ്റെ അച്ഛൻ്റെ സഹോദരിക്ക് ക്യാൻസർ ആയിരുന്നു. അപ്പം ആ ക്യാൻസർ ബ്ലഡിൽ വ്യാപിച്ചിട്ടുണ്ടെന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ ഓപ്പറേഷൻ, കീമോ എല്ലാം കഴിഞ്ഞു, ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടേഴ്സ് അപ്പച്ചിയുടെ മോളോട് പറഞ്ഞു, ചേച്ചി എന്നോട് പറഞ്ഞു, ഡോക്ടർ പറഞ്ഞു ഓപ്പറേഷൻ റിസ്ക് ആണ്, പ്രതീക്ഷിക്കാൻ എന്ത് വേണേലും സംഭവിക്കാം, ഞങ്ങൾ ഉറപ്പൊന്നും തരത്തില്ല, അതുകൊണ്ട് നിങ്ങൾ ഏത് വേണേലും എന്ത് റിസൾട്ട് ആണേലും പ്രതീക്ഷിച്ചോണം, ആളെ കിട്ടുമെന്ന് ഉറപ്പില്ല, അത്രയും റിസ്ക്, മണിക്കൂറുകൾ നീളുന്ന ഓപ്പറേഷനാണ് എന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പം എനിക്കത് കേട്ടപ്പോൾ ഭയങ്കര സങ്കടമായിപ്പോയി. കാരണം ഞാനൊരു അമ്മയില്ലാത്ത ഒരാളാണ്, അമ്മയില്ല എനിക്ക്, എൻ്റെ അമ്മ മരിച്ചിട്ട് 6 വർഷമായി. അപ്പോൾ ഞാൻ ഒന്നും വേണ്ടിയില്ല, ഞാൻ പറഞ്ഞു ഒന്നും വരില്ല, നീ സമാധാനമായിട്ടിരിക്കുക എന്ന് പറഞ്ഞിട്ട് ഞാൻ അന്ന് ഉപവാസം എടുത്തു. അപ്പച്ചീനെ ഓപ്പറേഷൻ കേട്ടുന്ന സമയം മുതൽ ഞാൻ ഉപവാസം എടുത്തിരുന്ന് പ്രാർത്ഥിച്ച് ഞാൻ കണ്ണീരോടെ പ്രാർത്ഥിച്ചു, അമ്മേ എനിക്കോ അമ്മയില്ല, അപ്പോൾ അവൾക്കെങ്കിലും നീ അമ്മയെ തിരിച്ചു കൊടുക്കണം. ഒരു അമ്മയില്ലാത്തതിൻ്റെ ബുദ്ധിമുട്ട് എത്രത്തോളം ഉണ്ടെന്നുള്ളത് ഞാൻ അനുഭവിച്ചറിയുന്നവളാണ്.
അപ്പോൾ നീ അവൾക്ക് അമ്മയെ കൊടുക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഓപ്പറേഷൻ കഴിഞ്ഞു, ഞാൻ പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞു, ഞാൻ എണീറ്റു. ഉടനെ 1 മണിയായപ്പോൾ ഞാൻ എണീറ്റു. 1:10 അവൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ചേച്ചി ഓപ്പറേഷൻ കഴിഞ്ഞു, ഒരു കുഴപ്പവും ഇല്ല, അപ്പച്ചിയെ കണ്ടു, പാതി മയക്കത്തിലാണ്, ഒരു കുഴപ്പവും ഇല്ല, 15 ദിവസം കഴിഞ്ഞിട്ടേ ഡിസ്ചാർജ് ചെയ്യുള്ളൂ എന്ന് പറഞ്ഞ എൻ്റെ അപ്പച്ചീനെ 5-ാം പക്കം വീട്ടിലെത്തി, ഒരു കുഴപ്പമില്ല. അവൾ വിളിച്ചപ്പോൾ പറയുക, ഒരു ഓപ്പറേഷൻ കഴിഞ്ഞ ഒരു വ്യക്തിക്ക് വേദനയുണ്ടാകും, കുളിക്കുമ്പോഴും നടക്കുമ്പോഴൊക്കെ വേദനയുണ്ടാകും, എന്താണെന്നറിയില്ല. അമ്മയ്ക്ക് ഒരു വേദനയും ഇല്ല, അമ്മ കുളിക്കുമ്പോഴും ഒരു നീറ്റൽ പോലും ഇല്ല, ഒരു വേദനയോ ഒന്നുമില്ല ചേച്ചി, എല്ലാം തന്നെയാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ അമ്മയോട് നന്ദി പറഞ്ഞു. ഞാൻ അവളോട് പറഞ്ഞില്ല, അവർക്ക് വിശ്വാസമുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല, പക്ഷേ ഞാൻ പറഞ്ഞില്ല. ഞാൻ പറഞ്ഞു, എൻ്റെ അമ്മയോട് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അവരുപവാസമൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല, പക്ഷേ ഞാൻ എടുത്തു. കാരണം ഒരമ്മയുടെ വില എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാമായിരുന്നത് കൊണ്ട് ഞാൻ അതൊരു പ്രാർത്ഥനയായിട്ട് അമ്മയോട് അപേക്ഷിച്ചു. അമ്മ എനിക്കതിന് മറുപടിയും തന്നു. അങ്ങനെ അതും എൻ്റെ അമ്മ മാതാവ് ഈശോപ്പയിലൂടെ എനിക്ക് നേടിത്തന്ന അനുഗ്രഹമാണ്. അതിനും 1000 നന്ദി ഞാൻ അമ്മയോടും ഈശോപ്പയോടും പറയുകയാണ്. കാരുണ്യ പ്രവർത്തികൾ ചെയ്യുന്നത് വൃദ്ധസദനങ്ങളിൽ പ്രായമായുള്ള അമ്മച്ചിമാരെയൊക്കെ മഹാത്മജ ഓർഫനേജ് എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ പോയി ഫുഡിനുള്ള പേയ്മെൻ്റ് എല്ലാം ചെയ്യും, ഫുഡെല്ലാം അറേഞ്ച് ചെയ്യും. പിന്നെ ഇൻഫൻറ്റ് ജീസസ് ഓർഫനേജ് എന്ന് പറഞ്ഞിട്ടൊരു കുഞ്ഞു അനാഥ മക്കളെയൊക്കെ പാർപ്പിക്കുന്നവരിടമുണ്ട്. അവിടെ പോയി ഡയപ്പർ, പിന്നെ അവർക്ക് കുഞ്ഞു മക്കളൊക്കെ ഉണ്ടല്ലോ, അവർക്കുള്ള ഫുഡ് അതെല്ലാം അവിടെ കൊണ്ട് കൊടുക്കും. ഞാൻ ആ കുഞ്ഞു പിള്ളേർക്ക് കഴിക്കാൻ പറ്റുന്ന ഫുഡൊക്കെ ഞാൻ വീട്ടിൽ നിന്ന് തന്നെ പാകം ചെയ്ത് ഞാൻ കൊണ്ടുപോയി കൊടുക്കും. പിന്നെ ഒരു തിരുവല്ലയിൽ ഒരു മോനുണ്ട്, ഒരു മുസ്ലിം ഫാമിലിയാണ്. ആ മകന് 7 വയസ്സുണ്ട്, പക്ഷേ 2 വയസ്സിൻ്റെ വളർച്ച മാത്രമേ ഉള്ളൂ, കിടക്കയിൽ നിന്നും എണീക്കില്ല. ആ മകൻ 1 മാസത്തെ മരുന്നിന് തന്നെ ഏതാണ്ട് 5000 രൂപയാകും. അപ്പോൾ ആ മരുന്നുകൾ ഇപ്പം ഉടമ്പടി എടുത്തതിന് ശേഷം ഞാനാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്, കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഡയപ്പർ എല്ലാം തന്നെ, ഫുഡ് എല്ലാം തന്നെ എന്നെക്കൊണ്ട് ആവും വിധമൊക്കെ ഞാൻ വാങ്ങിച്ചു കൊടുക്കാറുണ്ട്. അപ്പോൾ ഇതിന് മുമ്പും ഉടമ്പടി എടുക്കുന്നതിന് മുമ്പും എനിക്ക് ഞാനും എൻ്റെ ഹസ്ബൻഡും ആരെങ്കിലും ഇങ്ങനെ സഹതാപം ഇങ്ങനെ സഹായമൊക്കെ ചോദിച്ചു വരുമ്പോൾ ഞങ്ങൾ ചെയ്യാറുണ്ടായിരുന്നു. പക്ഷേ ഈ ഉടമ്പടി എടുത്തതിന് ശേഷം കൂടുതൽ എൻ്റെ ഈശോയെ കണ്ടുകൊണ്ട്, എൻ്റെ ഈശോപ്പയ്ക്ക് വേണ്ടിയിട്ട്, എൻ്റെ ഈശോപ്പയെ സ്നേഹിച്ചുകൊണ്ട് അതെല്ലാം ചെയ്യാനായിട്ടുള്ള കൃപ എനിക്ക് കിട്ടി. പിന്നെ പത്രം കൊടുക്കുന്നത് ഓട്ടോ സ്റ്റാൻഡുകളിൽ, കടകളിൽ, പിന്നെ ഹോസ്പിറ്റലുകളിൽ, ഇങ്ങനെയൊക്കെയാണ് ഞാൻ പത്രം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പത്രം കൊടുക്കുമ്പോഴും ഞാൻ പ്രാർത്ഥിക്കും, വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ പത്രം പ്രാർത്ഥിച്ചിട്ട് ഞാൻ അമ്മയോട് പറയും, അമ്മേ ആർക്കിത് കൊടുക്കുമെന്ന് എനിക്കറിയില്ല, ഞാൻ ഈ പത്രവുമായിട്ട് ഇറങ്ങുവാണ്, അപ്പോൾ ഇത് ആർക്കാണോ കൊടുക്കേണ്ടത് അവരെ എൻ്റെ മുന്നിലെത്തിക്കണം. ഞാൻ ഇത് കൊടുക്കുമ്പോൾ ആ വാങ്ങിക്കുന്ന കരങ്ങളെയും ആ കുടുംബത്തെയും അമ്മ മാതാവ് അനുഗ്രഹിച്ച് എൻ്റെ അമ്മയുടെ സാക്ഷിയാക്കി അവരെ മാറ്റണം. ഞാൻ അവർക്ക് എൻ്റെ ഈശോയിലേക്ക് അടുക്കുവാനായിട്ട് ഞാനൊരു നിമിത്തമായി മാറുവാനുള്ള കൃപ അമ്മ എനിക്ക് നൽകണം. ആ കുടുംബത്തെയും ആ വ്യക്തികളെയും ഓരോരുത്തരെയായിട്ട് അമ്മ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഞാൻ ആ പത്രം കൊടുക്കാറ്. ഞാനാണ് ഉടമ്പടി എടുത്തതെങ്കിലും എൻ്റെ ഹസ്ബൻഡ് ഇതിൽ വലിയ ഒരു വിശ്വാസമുണ്ട്, എന്നാൽ വലിയ ആഴത്തിലുള്ള വിശ്വാസമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലായിരുന്നു. പക്ഷേ ഇവിടെ വന്നതിന് ശേഷം ഒരു ക്ഷമയില്ല, പെട്ടെന്ന് പോകണം, കാര്യം സാധിക്കണം, അങ്ങനെയുള്ള ഒരാളാണ്. പക്ഷേ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാൻ നേരം ഞാൻ എങ്ങനെ നിൽക്കുമെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. പക്ഷേ ഒരു ബുദ്ധിമുട്ടും കൂടാതെ എൻ്റെ ഹസ്ബൻഡ് വൈകുന്നേരം, ഞാൻ ഇവിടെ 8:30 വന്ന ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ 4:30 അതുവരെ ഒരു കുഴപ്പമില്ലാതെ ക്ഷമയോടെ നിൽക്കുകയും, പിന്നെ ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ പത്രം വാങ്ങിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡ് പറയും ഞാനും കൂടെ കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് പുള്ളി ഓഫീസിൽ പോകുമ്പോൾ പത്രം കൊണ്ടുപോകും. അവിടെ കടകളിൽ, ഓഫീസുകളിലെ സ്റ്റാഫിനോ, പിന്നെ റോഡിൽ ഇങ്ങനെ ഓട്ടോക്കാർക്ക്, അങ്ങനെയൊക്കെ എൻ്റെ ഹസ്ബൻഡും പത്രങ്ങളൊക്കെ കൊടുക്കാറുണ്ട്. പിന്നെ ഇവിടെ ഒക്ടോബർ 28 ഞാനത് സിസ്റ്ററിനോട് പറഞ്ഞില്ല, ഇവിടെ ജപമാല റാലി ഉണ്ടായിരുന്നു. എനിക്കതിന് വരണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷേ എനിക്ക് ഒരു കൂട്ടില്ല, അത്രയും ദൂരം എനിക്ക് വരാനായിട്ട് തനിയെ അറിയില്ല. അപ്പോൾ എനിക്ക് വരാൻ പറ്റിയില്ല. ഇവിടുത്തെ തിരക്കും കാര്യങ്ങളുമായിട്ട് എൻ്റെ ഹസ്ബൻഡിന് തിരക്കായതുകൊണ്ട് എന്നെ കൊണ്ടുവരാൻ സാധിച്ചില്ല. എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചു, അമ്മേ ജപമാലയ്ക്ക് വരണം എന്നൊക്കെ എനിക്ക് ഭയങ്കര ആഗ്രഹം. ജപമാല ചൊല്ലാനൊന്നും എനിക്കറിയില്ലായിരുന്നു. ഒരമ്മച്ചിയാണ് എനിക്ക് ഒരു ജപമാല തന്നിട്ട് അത് ചൊല്ലേണ്ട വിധം പഠിപ്പിച്ചു തന്നത്. അന്ന് മുതൽ ഇന്ന് വരെയും ജപമാല മുടങ്ങാതെ ചൊല്ലാറുണ്ട്. ബൈബിള് ഞാൻ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പേ എനിക്ക് എൻ്റെ ഈശോയിൽ വിശ്വാസമുണ്ട്. അപ്പോൾ എൻ്റെ അമ്മ എനിക്ക് ഒരു ബൈബിൾ തന്നിട്ടുണ്ടായിരുന്നു. ആ ബൈബിൾ ഞാൻ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് തന്നെ ഒരു തവണ മുഴുവൻ വായിച്ച് തീർത്തതാണ്. പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു ഈശോയോട്. പക്ഷേ ഉടമ്പടി എടുത്തതിന് ശേഷം ഇപ്പോൾ 2ാം തവണ വായിച്ചു കൊണ്ടിരിക്കുവാണ്. അങ്ങനെ മൊത്തത്തിൽ ഇപ്പോൾ 3ാമത്തെ തവണയാണ്. 3ാമത്തെ തവണ പകുതിയോളം ബൈബിൾ വായിച്ചു.
അങ്ങനെ 3 തവണയോളം ബൈബിൾ വായിക്കാനായിട്ടുള്ള അനുഗ്രഹവും മാതാവ് തന്നു. പിന്നെ ജപമാല റാലിയിൽ പങ്കെടുക്കുവാൻ എനിക്ക് കഴിഞ്ഞില്ല. പക്ഷേ ഞാൻ അതിനൊത്തിരി സങ്കടപ്പെട്ടു. അമ്മ മാതാവിനോട്, അമ്മ ഞാൻ ഒത്തിരി ആഗ്രഹിച്ചിരുന്നിട്ട് എനിക്ക് പങ്കെടുക്കാൻ പറ്റിയില്ലല്ലോ എന്നോർത്തുകൊണ്ട്. പക്ഷേ അന്ന് ഞാൻ പെട്ടെന്നൊരു തീരുമാനം എടുത്തു. ഞാൻ ഉപവാസം എടുത്തിട്ട് ഇവിടെ ജപമാല റാലി തുടങ്ങിയ സമയം മുതൽ എൻ്റെ വീട്ടിൽ എൻ്റെ ഹസ്ബൻഡ് ജോലിക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ തന്നെയേ ഉള്ളൂ. അപ്പോൾ ഞാൻ വീടിന് ചുറ്റും വേറെ വീടുകളൊക്കെ ഉള്ളതുകൊണ്ട് പുറത്തൂടെ നടക്കാൻ പറ്റില്ല. ഞാൻ വീടിനുള്ളിൽ മുഴുവൻ റൂമിലും ഹാളിലും എല്ലാം കയറി ഇറങ്ങി നടന്ന് ഒരു 3 മണിക്കൂറോളം ഫുൾ ജപമാല ചൊല്ലി തീർത്തു. അങ്ങനെ ഇവിടുന്ന് ജപമാല റാലി അട്ടങ്കൽ പള്ളിയിൽ എത്തുന്ന ആ ടൈം കൊണ്ട് ഞാൻ വീടിനുള്ളിൽ മുഴുവൻ നടന്ന് ജപമാല ചൊല്ലി തീർത്തു. അങ്ങനെ എനിക്ക് എൻ്റെ അമ്മ മാതാവിനോട് അങ്ങനെയും എനിക്ക് പ്രാർത്ഥിക്കാനായിട്ടും എൻ്റെ ഈശോയിലും അമ്മയിലും എനിക്ക് അടുക്കാനായിട്ടും എനിക്ക് സാധിച്ചു. പിന്നെ ഇപ്പം ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്, അമ്മേ എൻ്റെ നിയോഗങ്ങൾ ഞാൻ അമ്മയ്ക്ക് മുമ്പാകെ സമർപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ആദ്യമൊക്കെ എനിക്ക് നിയോഗങ്ങൾ സാധിച്ചു കിട്ടണമെന്നായിരുന്നു. പക്ഷേ ഇപ്പം ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്, എനിക്ക് നിയോഗങ്ങൾ അമ്മ എപ്പോൾ വേണേലും സാധിച്ചു തന്നോ, കുഴപ്പമില്ല. എനിക്ക് വേണ്ടിയിട്ടുള്ള നിയോഗങ്ങൾ അമ്മ എപ്പോഴെങ്കിലും സാധിച്ചു താ. പക്ഷേ ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നത് അമ്മ എനിക്ക് അന്നേരം തന്നെ സാധിച്ചു തരണം, അമ്മയുടെ വലിയൊരു സാക്ഷിയാക്കി മാറ്റണം. പിന്നെ എൻ്റെ ഈ നിയോഗങ്ങൾ സാധിച്ചാലും ഇല്ലെങ്കിലും എൻ്റെ അപ്പയുടെ അമ്മയുടെയും മകളായി ഇനി ഉടമ്പടിയിൽ നിത്യതയോളം ജീവിക്കുവാനുള്ള കൃപ മാത്രം എനിക്ക് തന്നാൽ മതി എന്നുള്ള ഒരു പ്രാർത്ഥന മാത്രമേ ഇപ്പം എനിക്കുള്ളൂ. എൻ്റെ എല്ലാ ഭാരങ്ങളും അമ്മ മാതാവിൻ്റെ മുമ്പാകെ ഇപ്പം സമർപ്പിക്കുകയാണ്. എല്ലാ പ്രാർത്ഥനാ വിഷയങ്ങളിലും ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു, എൻ്റെ അപ്പയുടെയും അമ്മയുടെയും മകളായി നിന്നുകൊണ്ട് എനിക്ക് ഈ അൽത്താരയിൽ നിന്ന് സാക്ഷ്യം പറയണം എന്ന് ഞാൻ അമ്മയോട് എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു. ഇന്ന് തന്നെ സാക്ഷ്യം പറയാൻ ഞാൻ ഒരുങ്ങി വന്നതല്ല. ഇന്നലെ ധ്യാനം കഴിഞ്ഞു, മിനിഞ്ഞാന്ന് ധ്യാനം കഴിഞ്ഞു. ധ്യാനം കഴിഞ്ഞിട്ട് ഞാൻ പെട്ടെന്നൊരു സാക്ഷ്യം കണ്ടു. അപ്പം സാക്ഷ്യം കണ്ടപ്പം അതിനകത്ത് ഒരു ചേച്ചി പറഞ്ഞു, നിയോഗത്തിൽ വെച്ച സാക്ഷ്യങ്ങളല്ല, ഞാൻ ആദ്യം വേറൊരു സാക്ഷ്യം പറഞ്ഞു. അപ്പം ഞാൻ ഓർത്തു, നിയോഗത്തിൽ വെച്ച സാക്ഷ്യങ്ങൾ നിയോഗം സാധിച്ച് കഴിഞ്ഞിട്ട് പറയാം എന്ന് വെച്ചാണ് ഞാനിരുന്നത്. ഞാൻ പെട്ടെന്ന് റെഡിയായി. ഞാൻ ഇന്ന് ഉപവാസം എടുത്തു. ഇന്ന് ഉപവാസത്തോടെയാണ് ഞാനിവിടെ വന്ന് ഇന്നലെ മുതലേ ഞാൻ ഉപവാസമെടുത്ത് പ്രാർത്ഥിച്ച് ഇന്നും ഉപവാസമെടുത്ത് പ്രാർത്ഥനയോടെയാണ് ഒരുങ്ങിയാണ് എൻ്റെ അപ്പയുടെയും അമ്മയുടെയും മുമ്പാകെ വന്ന് നിന്ന് അപ്പയും അമ്മയും തന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയാനായിട്ട് ഞാനിവിടെ നിൽക്കുന്നത്. ഒരിക്കൽ കൂടി ഞാൻ എൻ്റെ അപ്പയ്ക്കും അമ്മയ്ക്കും മകൾ